മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വൃത്തികെട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് കളിക്കുന്നത്. മൻമോഹനെ അപമാനിക്കുന്ന ഇതേ കോൺഗ്രസാണ് നരസിംഹറാവുവിന്റെ ഭൗതികദേഹം ഡൽഹിയിൽ തടഞ്ഞതെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു. അതേസമയം രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ കിസാൻ ഘാട്ടിൽ മൻമോഹൻ സിംഗിന് സ്മാരകം ഒരുക്കും. ഗൗതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ മൻമോഹൻ സിംഗിനെ അനുസ്മരിക്കാനായി ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോൾ പോലും അതിൽ പങ്കെടുക്കാൻ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർ പോലും എത്തിയിട്ടില്ല എന്നൊരു വിചിത്രമായ ഒരു കാര്യം കൂടി അദ്ദേഹം പുറത്തേക്ക് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ മൻമോഹൻ സിംഗിന്റെ മരണത്തെ രാഷ്ട്രീയമായി മുതലെടുത്ത് അതിലൂടെ കോൺഗ്രസിന്റെ ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് നേതാക്കളെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നേതാക്കന്മാരും BJP നേതാക്കന്മാരെല്ലാം ഈ ഒരു വിഷയത്തിനെതിരെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. JP നദ്ദ അടക്കമുള്ള നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇത്തരം മൻമോഹൻ സിംഗിന്റെ മരണശേഷവും രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയല്ലേ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ദേവിക, കോൺഗ്രസിന്റെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരിൽ കുടുംബത്തിനകത്തു നിന്നുള്ള പ്രധാനമന്ത്രിമാർക്ക് മാത്രമേ കോൺഗ്രസിന്റെ നേതൃത്വം അർഹമായ പരിഗണന എല്ലാ കാലത്തും നൽകിയിട്ടുള്ളൂ. അതിന് പുറത്തുനിന്ന്, നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്ന് പ്രധാനമന്ത്രി പദത്തിലെത്തിയ 3 പ്രധാനമന്ത്രിമാരോടും കോൺഗ്രസ് വലിയ അവഗണന വെച്ച് പുലർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ാണെങ്കിലും അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലാണെങ്കിലും അവരെ അപ്രസക്തമാക്കാനും അവർ മുന്നോട്ട് വെക്കുന്ന, അവർ വിഭാവനം ചെയ്യുന്ന ആശയങ്ങളെ വെട്ടിനിരത്തുവാനുമുള്ള ശ്രമം കോൺഗ്രസിന്റെ മുൻകാല ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രിയോടും നരസിംഹറാവുവിനോടും ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗിനോടും കോൺഗ്രസ് കാട്ടിയിട്ടുള്ള അനീതി കൃത്യമായി തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ദുരൂഹ മരണവും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് ഡൽഹിയിൽ വിജയ് ഘാട്ടിൽ നടത്തില്ല എന്ന് ആദ്യം ഇന്ദിരാഗാന്ധി പറയുന്നു. പിന്നീട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രിയ പത്നി അതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത ഘട്ടത്തിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സംസ്കാര ചടങ്ങ് ഡൽഹിയിൽ തന്നെ നടത്തുവാൻ അന്ന് ഇന്ദിരാഗാന്ധി തയ്യാറായത്. പിന്നീട് നരസിംഹറാവുവിന്റെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. 1991 മുതൽ 96 വരെ 5 വർഷക്കാലം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ നിര്യാണം സംഭവിക്കുന്നത് 1ാം UPA സർക്കാരിന്റെ കാലത്ത് 2004 ഡിസംബറിലാണ്. അന്ന് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കാൻ പോലും സോണിയാഗാന്ധി സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ട് വാഹനം കടന്നു പോകുമ്പോൾ AICCയുടെ ഗേറ്റുകളും മറ്റും വലിച്ചടച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ നരസിംഹറാവുവിൻ്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം രൂപപ്പെട്ടു. അത് ഡൽഹിയിൽ നടത്താൻ പോലും അനുവദിച്ചില്ല. അതിനെ തുടർന്നാണ് ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയുടെ സംസ്കാര ചടങ്ങുകൾ ഡൽഹിക്ക് പുറത്ത് ഹൈദരാബാദിൽ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നരസിംഹറാവുവിൻ്റെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ചരിത്രം കോൺഗ്രസിന്റെ അവഗണനയുടെ ചരിത്രം കൂടിയാണ്. അതിനുശേഷം പിന്നീട് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് സോണിയാഗാന്ധി ആയിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്തും അനാവശ്യമായ വിവാദം രൂപപ്പെടുത്തി അദ്ദേഹത്തിന്റെ മരണസമയത്തെ തന്നെ തെറ്റിച്ചുകൊണ്ട് റോബർട്ട് വാദ്രയെ പോലുള്ളവർ നടത്തിയ പോസ്റ്റുകൾ, അതിനുശേഷം പിന്നീട് സ്മാരകം പണിയാൻ കേന്ദ്ര സർക്കാർ സ്ഥലം അനുവദിക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഉറപ്പ് നൽകിയിട്ടും കേന്ദ്ര സർക്കാർ സ്മാരകം പണിതില്ല എന്ന് പറഞ്ഞ്, സ്ഥലം അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് അനാവശ്യമായൊരു വിവാദം രൂപപ്പെടുത്തി. ഇതിനെയാണ് BJP ഇപ്പോൾ രൂക്ഷമായി വിമർശിക്കുന്നത്. ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി, അദ്ദേഹം സിഖ് വിഭാഗത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കൂടിയാണ്. നമുക്കറിയാം മൻമോഹൻ സിംഗും സിഖ് മതവിശ്വാസിയാണ്. ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏക സിഖ് പ്രധാനമന്ത്രിയാണ്. അതിനാൽ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ഹർദീപ് സിംഗ് പുരി തന്നെ ഇപ്പോൾ BJPയുടെ നിലപാടുകൾ ഒരിക്കൽ കൂടി തുറന്ന് ആവർത്തിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും കോൺഗ്രസിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. BJP ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ സ്ഥിരം ശൈലിയാണ്. മൻമോഹൻ സിംഗ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കാത്ത ആളുകളാണ് കോൺഗ്രസ്സുകാർ. ജീവിച്ചിരിക്കുമ്പോൾ സോണിയാഗാന്ധി സൂപ്പർ പ്രധാനമന്ത്രിയായി കാര്യങ്ങൾ തീരുമാനിച്ച് മൻമോഹൻ സിംഗിനെ ഒരു നിലപാടില്ലാത്ത ഒരാളാക്കി ചിത്രീകരിച്ചു. അദ്ദേഹം മുന്നോട്ട് വെച്ച ഓർഡിനൻസ് പരസ്യമായി രാഹുൽ കീറി എറിഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ച ശേഷവും മൻമോഹൻ സിംഗിനെ അപമാനിക്കുന്ന കോൺഗ്രസ് വൃത്തികെട്ട രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നാണ് JP നഡ്ഡയും ഹർദീപ് സിംഗ് പുരിയും ഉൾപ്പെടെയുള്ള BJPയുടെ മുതിർന്ന നേതാക്കൾ
വിമർശിക്കുന്നത്. അതേസമയം മൻമോഹൻ സിംഗിന്റെ സ്മാരകം സംബന്ധിച്ച് ഇപ്പോൾ സ്ഥലം എവിടെയാണ് എന്നതും കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ തന്നെ അവിടെ കിസാൻ ഘാട്ടിലാണ് മൻമോഹൻ സിംഗിനായി സ്മാരകം നിർമ്മിക്കുക. ഈ രാഷ്ട്രീയ സ്മൃതി സ്ഥൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഭാരതത്തിന്റെ മുൻ രാഷ്ട്രപതിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ അല്ലെങ്കിൽ ഈ നാടിനായി വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളവർ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശത്തെ പൊതുവെ ഇതിലൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. കാരണം മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ ചില കളികൾ അല്ലെങ്കിൽ മുതലെടുപ്പ് രാഷ്ട്രീയം കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും BJP നേതാക്കളെല്ലാം ആദ്യം മൗനം തുടർന്നിരുന്നു. കാരണം സംസ്കാര ചടങ്ങുകൾക്കിടയിൽ അദ്ദേഹത്തിന് നൽകേണ്ട എല്ലാ ബഹുമാനവും കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാർ അടക്കം നൽകിക്കൊണ്ട് പൂർണ്ണമായും സംസ്കാര ചടങ്ങുകളിൽ അവർ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായത്. അത്രത്തോളം ബഹുമാനം തങ്ങളുടെ എതിർ രാഷ്ട്രീയ നേതാവിന് അവർ നൽകിയിരുന്നു. പക്ഷേ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന് കോൺഗ്രസ് നേതാക്കൾ മരണത്തിൽ പോലും ഒരു ബഹുമാനം നൽകിയിട്ടില്ല എന്ന ആക്ഷേപം തന്നെയല്ലേ ഈ ഒരു അവസരത്തിൽ നിലനിൽക്കുന്നത്? ദേവിക, BJP സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. അതായത് ഈ ജീവിച്ചിരിക്കും മരിച്ചതിന് ശേഷവും മൻമോഹൻ സിംഗിനെ അപമാനിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഈ നരസിംഹറാവുവിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചരിത്രവും എല്ലാം ഓർമ്മകൊണ്ടാണ് BJP ഇപ്പോൾ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നത്. മൻമോഹൻ സിംഗിന്റെ ഈ പൊതുദർശനം നടക്കുന്ന ഘട്ടത്തിൽ BJP ദേവിക സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വലിയൊരു ആശയ അല്ലെങ്കിൽ ഒരു സംവാദത്തിനോ BJP നേതാക്കൾ അന്ന് തയ്യാറായിരുന്നില്ല. എന്നാൽ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ കടുത്ത കോൺഗ്രസിന് BJP നടത്തുകയാണ്. അത് ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു എന്നതാണ് ശ്രദ്ധേയം. നരസിംഹറാവുവിനോടും ലാൽ ബഹദൂർ ശാസ്ത്രിയോടും ഒക്കെ കോൺഗ്രസ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ BR അംബേദ്കറുമായി ബന്ധപ്പെട്ട ചർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഉരുക്കു മനുഷ്യൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഗുജറാത്തിൽ നിന്നുള്ള സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ നെഹ്റുവും കോൺഗ്രസും ശ്രമിച്ചു. ഈ ചരിത്രമെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യാക്രമണമാണ് ഇപ്പോൾ BJPയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, അത് തന്നെയാണ്. പിന്നെ അത് ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം മാതൃകാപരമായാണ് ഈ ഒരു കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നുമെല്ലാം പ്രതികരണങ്ങൾ ഉണ്ടായത്. കാരണം അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ അവിടെ വാദപ്രതിവാദങ്ങൾക്ക് പോകാതെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർണ്ണമായതിനു ശേഷം പറയേണ്ടത് കൃത്യമായി പറയുന്നൊരു സാഹചര്യം. ഇതൊരു മാതൃകാപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കൂടി പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടെ എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ട് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള ആളുകൾ സംസ്കരിക്കുന്ന സ്ഥലത്ത് നേരിട്ടെത്തി ആദരവ് അർപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല, നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിമാരെ മാത്രമല്ല, മുൻ രാഷ്ട്രപതിയുടെ മകളും കഴിഞ്ഞ ദിവസം പ്രണബ് മുഖർജിയുടെ മകളും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കാട്ടിയ ആ അവഗണനയെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. ആ വാർത്തയാണ് ഗൗതം നൽകിയത്.